ദേശീയപാതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച സംഭവത്തിൽ ഹെരൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ SR ധന്യയുടെ ലൈസൻസ് റദ്ദാക്കി. മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധം വാഹനം ഓടിച്ചതിനാണ് നടപടി. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായുള്ള. സാരംഗ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ നടപടിയിലേക്ക് എത്തിയത്? ഏത് സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ്, ഇക്കഴിഞ്ഞ ജൂലൈ 1 ഈ നടപടിക്ക് അടിസ്ഥാനമായ സംഭവം ഉണ്ടാകുന്നത്. ഹെരൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ധന്യ SR ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ മദ്യപിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് സംഘം, ഇൻസ്പെക്ഷനെത്തിയ പോലീസ് സംഘം ധന്യയെ അബോധാവസ്ഥയോട് ചേർന്നുള്ള ഒരു അവസ്ഥയിൽ വാഹനത്തിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് പോലീസിന് പിടിയെടുക്കാതെ കിലോമീറ്ററുകളോളം അമിത വേഗതയിൽ അപകടകരമാം വിധം ആളുകളുടെ ജീവനടക്കം വലിയ രീതിയിൽ അപകടം സൃഷ്ടിക്കുന്ന വിധത്തിലായിരുന്നു ഹെരൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ധന്യ വാഹനം ഓടിച്ചിരുന്നത്. പിന്നീട് പോലീസ് സംഘം സിനിമാ സ്റ്റൈലിൽ തടഞ്ഞു നിർത്തിയാണ് ധന്യയെ പിടികൂടിയിരുന്നത്. പിന്നീട് വാഹനമടക്കം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു നടപടി വരുന്നത്. 3 മാസത്തേക്കാണ് ധന്യയുടെ ലൈസൻസ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 മാസക്കാലത്തേക്ക് ഗതാഗത നിയമലംഘനം നടത്തിയതിന്റെ ഭാഗമായി തന്നെ ധന്യ ക്ലാസിൽ പങ്കെടുക്കേണ്ടതായും വരും. രതീഷ്, വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. ഇപ്പോൾ അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാവുകയാണ്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ബാറിൽ ചെറുതായിട്ട് ബാറിൽ നിന്ന് ഇറങ്ങി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയുള്ള രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട്. ഫൈൻ. അപ്പം എന്നെ ഒരാളും ഇപ്പം ഇന്റർവ്യൂ കാണുന്നതാവട്ടെ, ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ. രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ജൂലൈ ആ ഒരു ടൈമിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇഷ്യൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഹെരൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന നമ്മുടെ ധന്യ, SR ധന്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു യൂട്യൂബറൊക്കെയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കൂടുതലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവര് ഒരു ഫംഗ്ഷന് പോയിട്ട് വരികയായിരുന്നു. ആ ഒരു ടൈമിൽ രാത്രി 2 മണിയൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ പോലീസ് കൈ കാണിച്ചപ്പോൾ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ച് പോവുകയാണ്, നിർത്താതെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസ് പുറകെ ചെന്നിട്ട് ഇപ്പോൾ സിനിമ സ്റ്റൈലിൽ പിടിച്ചതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ധന്യ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഇതൊരു വാർത്തയും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ധന്യ പറഞ്ഞത്, ഞാൻ ഒരു ബിയർ മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ജസ്റ്റ് എന്താണ് ആ ഒരു പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഫൈനൊക്കെ അടച്ചിട്ട് ഞാൻ വന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പോലീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു വാർത്തയിൽ തന്നെ ഈ റിപ്പോർട്ടർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അബോധാവസ്ഥയിലാണ്. ഒരു ബിയർ അടിച്ച ആൾ എങ്ങനെ അബോധാവസ്ഥയിലാകും? അതാണ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഓൾസോ പോലീസിനെ കണ്ടപ്പോൾ നിർത്താതെ പോയതിന്റെ കാരണം പുള്ളിക്കാരി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിർത്തിയിട്ട് എല്ലാവരും അങ്ങ് കണ്ടാലോ അല്ലെങ്കിൽ ഇതാകുമോ എന്ന് ഓർത്തിട്ടാണോ ഓടിച്ചു പോയത് എന്നുള്ള രീതിയിലാണ്. അതാണ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ആൻസർ ആയിട്ട് നമുക്ക് തന്ന കാര്യം. അപ്പോൾ എന്താണ്, രാത്രി 2 മണിക്കൊക്കെ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടോ? എനിക്കറിയാൻ മേല അത്രയധികം ആൾക്കാരുണ്ടോ. അത്ര രാത്രി 2 മണിക്കൊക്കെ ഇങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോയി കാണാൻ അത്രയധികം സെലിബ്രിറ്റി ആണോ? കാരണം ഈ പുള്ളിക്കാരിയോട് നമുക്ക് അത് ഇത്രയധികം പറയാൻ വേണ്ടി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തന്നെ ഭയങ്കര എന്താ പറയുക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറേ അങ്ങ് അതും ഇതൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര രീതിയിലാണ് എല്ലാ കാര്യത്തിനും അങ്ങ് റിയാക്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ മാക്സിൽ പോയപ്പോൾ പേപ്പർ കവറാണ് കൊടുത്തത് എന്ന് ആ ഒരു സംഭവത്തിന് വരെ ഭയങ്കര കൺസേൺ ആവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പം ഞാൻ ആ പുള്ളിക്കാരിയൊക്കെ എന്താണ് കാറൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ആ ഒരു പേപ്പർ കവർ അതും കൊണ്ട് പോകും. പക്ഷേ മഴയത്തൊക്കെ ഇപ്പം ഈ ഒരു മഴ സമയത്താണ്, അപ്പം ബസ്സിലൊക്കെ കയറി പോകുന്ന ദാറ്റ്സ് ഫൈൻ. പക്ഷേ എങ്കിൽ കൂടി അത്രയും അധികം ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന ഒരാൾ ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അവിടെ ഹാം ആകാൻ പോകുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്കുമാണ്. ഇപ്പം നമ്മൾ എത്ര നന്നായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്ന ഒരുത്തൻ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ജീവനും പോവും, അവരുടെ ജീവനും പോവും. ഈ വരുന്നവൻ അല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവൻ അവൻ്റെ ജീവൻ വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നോർത്ത് അവൻ ഓടിക്കുന്നു. പക്ഷെ അത് അവന് മാത്രമല്ല ഹാം ഉണ്ടാകാൻ പോകുന്നത്, വേറെ വഴി കൂടെ വേറെയും വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ അവർക്കും ഹാം തന്നെയാണത്. അപ്പൊ
അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട, കാരണം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കേണ്ട വ്യക്തി അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ മറ്റുള്ളവരെ നമ്മൾക്ക് എന്തും പറയാനായിട്ട് നമുക്ക് നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് കുറ്റം പറയുമ്പം അതിൽ എനിക്കൊരു 10% എങ്കിലും എൻ്റെ ഭാഗത്ത് ശരി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഞാൻ ചെയ്യുന്നത് കുറച്ചെങ്കിലും ഒക്കെ ശരിയായിരിക്കണം. എല്ലാവരും ഇപ്പൊ എല്ലാം തികഞ്ഞതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെ ഇരിക്കാൻ പറ്റുമൊന്നുമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. എല്ലാവർക്കും അങ്ങനെയൊന്നും പറ്റത്തില്ല, എല്ലാവർക്കും തെറ്റ് പറ്റും. പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം പുള്ളിക്കാരി എപ്പോഴും ഒരു മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ഭയങ്കര രീതിയിൽ അങ്ങ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ബിയർ കുപ്പി കൊണ്ടുപോലും ഫോട്ടോ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ഫോട്ടോ പോലും എടുക്കാറില്ല, എൻ്റെ അച്ഛൻ പോലും കുടിക്കാറില്ല അല്ലെങ്കിൽ മദ്യപിക്കാറില്ല, എന്നെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ പോലും കാണാൻ പറ്റത്തില്ല, എന്നെ അങ്ങനെ ഒരു സ്റ്റാറ്റസ് പോലും എനിക്കില്ല, അങ്ങനെ കുടിക്കില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെറുതായിട്ട് ഒരു 2 സിപ്പങ്ങാണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ബിയർ മാത്രമാണ് കഴിച്ചത്. പക്ഷേ ആ പുള്ളിക്കാരിയുടെ ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്, 3 മാസത്തെ ക്ലാസ് എടുക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് എന്തായാലും ആ 2 വീഡിയോ ക്ലിപ്പുകൾ ഞാനൊന്ന് വെച്ച് തരാം. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്കാണ് അത്. കാരണം ഒരു പരിപാടിൻ്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിൻ്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിൻ്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ അതായത് അവരവർ ചെയ്യുമ്പം സോറി കുറേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ അങ്ങനെ സോറി പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വീണ്ടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഒരു റോഡിൽ കൂടിയാണ് വണ്ടി ഓടിച്ചു, നിങ്ങൾ അടിച്ചോളൂ, അടിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അടിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ മദ്യപിക്കുന്ന തെറ്റാണല്ലേ, പുക വലിക്കുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് ഞാൻ പറയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഡ്രസ്സിങ് ആണെങ്കിലും മദ്യപിക്കുന്നതാണെങ്കിലും പുക വലിക്കുന്ന അവരവരുടെ ഹെൽത്താണ്, അവരവർ ചിന്തിക്കണം. അല്ലാതെ മറ്റുള്ളവർ ചിന്തിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഹാം ആവരുത്, നിങ്ങൾ അടിക്കുന്നുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ അടിച്ചിട്ട് വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു എത്ര വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് മറ്റുള്ളവർക്കൊരു ഹാമായിട്ട് മാറും. അത് നിങ്ങൾ എന്തായാലും നോക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ പുക വലിക്കുകയാണെങ്കിൽ നിങ്ങൾ മാറിപ്പോയിട്ട് എല്ലാവരും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി പോയി പുക വലിക്കുക, അത്രയേ ഉള്ളൂ. അതിപ്പോ ആരാണെങ്കിലും അവനവൻ തന്നെ വേണം അവനവന്റെ ഹെൽത്ത് നോക്കാൻ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, എങ്ങനെ നടക്കണം എന്തൊക്കെ. പക്ഷെ അത് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അതായത് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മറ്റുള്ളവന്റെ മൂക്കിന്റെ അറ്റത്ത് വരെയാണെന്നുള്ളത്. അത് നമ്മളെപ്പോഴും പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി തന്നൊരു എക്സ്പ്ലനേഷൻ ആണ് ഇത് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് പോലീസ് കണ്ടപ്പോൾ എല്ലാവരും കാണുന്നവരവിടെ 2 മണിക്ക് ആരാണെന്ന് എനിക്കറിയത്തില്ല ഉണ്ടായിരുന്നുകൊണ്ടാണ് സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയത്. അപ്പം ഭയങ്കര സ്പീഡായിരുന്നു, പോലീസ് ചേസ് ചെയ്ത് പിടിക്കുകയായിരുന്നു എന്ന് അന്നും വാർത്തയിലുണ്ടായിരുന്നു. ഇന്നും ഇപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടത്. അപ്പോൾ ആ ഒരു പോക്കിൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളും വരുന്നതാണല്ലോ രാത്രിയിലൊക്കെ, ഭയങ്കര ചിലപ്പോൾ സ്പീഡിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ബോധമില്ലാതെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം, പണ്ട് പറഞ്ഞൊരു സംഭവം കേട്ടാ, നമുക്കൊന്ന് ബാറിൽ ചെറുതായിട്ട് ബാറിൽ നിന്ന് ഇറങ്ങി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയുള്ള രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട്. ഫൈൻ. അപ്പം എന്നെ ഒരാളും ഇപ്പം ഇന്റർവ്യൂ കാണുന്നതാവട്ടെ, ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ. രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ പോട്ടെ, എൻ്റെ അച്ഛൻ
എൻ്റെ അച്ഛൻ ഇതുവരെ വെള്ളമടിക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഗൈസ്, അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ഗൈസ്. ഇപ്പോൾ രാത്രി 1 മണിയായിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. ബൈ.